ന്യൂസ് 16 കേരള. വിമാനത്തിനടിയിൽ ഒളിച്ച് അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലെത്തി 13-കാരൻ. 1.5 മണിക്കൂർ സാഹസിക യാത്ര. കേൾക്കുമ്പോൾ സിനിമാ കഥയെന്ന് തോന്നും, വിശ്വസിക്കാൻ അല്പം പ്രയാസമാകും. പക്ഷേ സത്യമാണ്. വിമാനത്തിനടിയിൽ ലാൻഡിംഗ് ഗിയർ അറയിൽ ഒളിച്ച് അഫ്ഗാനിൽ നിന്ന് ഒരു 13-കാരൻ ഇന്ത്യയിലെത്തി. സാഹസിക യാത്ര എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അത്ഭുത ബാലൻ എത്തുന്നത്. കുട്ടി സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചു. അഫ്ഗാൻ എയർലൈനായ കാമെയറിന്റെ വിമാനത്തിലാണ് 13-കാരൻ ഡൽഹിയിൽ എത്തുന്നത്. പക്ഷേ ഇന്ത്യ ആയിരുന്നില്ല, ഇറാനിലേക്ക് പോകാനായിരുന്നു കുട്ടി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വിമാനം മാറിക്കയറി. അഫ്ഗാൻ കുർത്ത ധരിച്ച ബാലൻ വിമാനത്താവളത്തിൽ പരുങ്ങി നടക്കുന്നത് കണ്ട് CISF കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സാഹസിക യാത്രയുടെ ചുരുളഴിയുന്നത്. പ്രായപൂർത്തിയാകാത്തതിനാൽ കേസെടുത്തില്ല. സുരക്ഷാ ഏജൻസികൾ പരിശോധനയും നടപടികളും പൂർത്തിയാക്കിയ ശേഷം അടുത്ത വിമാനത്തിൽ തന്നെ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചു. ഞായറാഴ്ച രാവിലെ 11:10 സംഭവം പുറത്തറിയുന്നത്. കാം എയർലൈൻസിന്റെ RQ-4401 വിമാനം കാബൂളിൽ നിന്ന് ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നു ഇത്. വിമാനം ഇറങ്ങിയ ശേഷം എയർലൈൻ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വിമാനത്തിനടുത്തുള്ള ടാക്സിവേയിൽ ഒരു ആൺകുട്ടി നടക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം എയർപോർട്ട് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കൺട്രോൾ സെന്ററിനെ വിളിച്ചു. സെൻട്രൽ ഇൻസ്റ്റയിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥർ കുട്ടിയെ ചോദ്യം ചെയ്യാനായി ടെർമിനൽ 3 കൊണ്ടുപോയി. ചോദ്യം ചെയ്യലിൽ കുട്ടി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളാണെന്ന് മനസ്സിലായി. ഇത് കാബൂളിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ വടക്കാണ് കുട്ടിയുടെ സ്വദേശം. കാബൂൾ എയർപോർട്ടിലേക്ക് ഒളിച്ചു കയറിയ കുട്ടി വിമാനത്തിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുട്ടിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം അന്നു തന്നെ വൈകുന്നേരം 4 മണിയോടെ മറ്റൊരു വിമാനത്തിൽ കാബൂളിലേക്ക് തിരിച്ചയച്ചു. എയർപോർട്ടിന്റെ അകത്ത് ആരും കാണാതെ ഒളിച്ചു കയറാനും ലാൻഡിംഗ് ഗിയറിനുള്ളിൽ ഒളിച്ചിരിക്കാനും കഴിഞ്ഞു എന്ന് കുട്ടി പറഞ്ഞു. CISF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ അറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണിത്. 1996 പ്രദീപ് സൈനി, വിജയ് സൈനി എന്നീ സഹോദരന്മാർ ഇങ്ങനെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിരുന്നു. പ്രദീപ് രക്ഷപ്പെട്ടിരുന്നെങ്കിലും വിജയ് മരിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.